തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ SIR നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിവെക്കണമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച നടക്കുക. റിനു ശ്രീധർ ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. റിനു, ഗുഡ് മോർണിംഗ്. പറയൂ റിനു, വിവരങ്ങൾ. യഥാർത്ഥത്തിൽ ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ നമ്മുടെ ഈ വാർത്ത നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ കമൻറ്റ് ബോക്സിൽ ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ടായിരുന്നു, ഈ മനുഷ്യനെ ഇനി ആ കസേരയിൽ കാണുമോ എന്ന്. ഇതൊക്കെ നമ്മുടെ മലയാളി സുഹൃത്തുക്കളുടെ സംശയങ്ങളാണ്. ഈ സംശയം പൂർണ്ണമായും അസ്ഥാനത്താണെന്ന് നമുക്ക് പറയാൻ കഴിയത്തുമില്ല. പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സർവകക്ഷി യോഗത്തിൽ എല്ലാ പാർട്ടികളും SIR-നെ എതിർത്താണ് രംഗത്ത് എത്തിയത്. അന്ന് ഇവർ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മതി എന്നുള്ളതാണ്. പൂർണ്ണമായി എതിർക്കുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മതി എന്നുള്ളതാണ്. ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രത്തൻ കേൽക്കർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകുകയും ചെയ്തത്. അതിനുശേഷം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി 12 മണിക്ക് യോഗം ചേരുന്നുണ്ട്. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ വേണ്ടി തന്നെയാണ് ഈ യോഗം ചേരുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനമായി ഇവർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഇത് നടപ്പാക്കൂ എന്ന് പറയുന്നതിന്റെ കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണമെന്നുള്ളൊരു ആവശ്യമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്ക്, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ തിരക്ക്, ഒപ്പം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡിലെ സംവരണം ഉൾപ്പെടെ തീരുമാനിക്കേണ്ടുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്കടക്കം വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഈ പട്ടിക പൂർത്തിയാക്കുവാൻ അല്ലെങ്കിൽ തീവ്ര പരിഷ്കരണം നടത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ നടത്താൻ കഴിയൂ എന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൂടി ചർച്ചയാകും ഇന്ന് 12 മണിക്കുള്ള യോഗത്തിൽ എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് 12 മണിയോടുകൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിൽ വെച്ചാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിക്കാഴ്ച നടത്തുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.